നമ്മൾ വീണ്ടും വയനാട് പച്ചിലക്കാടിലേക്ക് പോകുന്നു. അവിടെ പടിക്കം വയൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഭീതി പരത്തിയ കടുവയെ കണ്ടെത്താനുള്ള ദൗത്യം തുടരുകയാണ്. കടുവ ദൗത്യത്തിനായി കുങ്കി ആനകളെ ഇറക്കുമെന്നുള്ളതാണ്. മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നുമാണ് ആനകളെ പച്ചിലക്കാട്ടെത്തിക്കുക. 2 പഞ്ചായത്തുകളിലെ 10 വാർഡുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കന്നുകാലികളും മറ്റ് പട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനത്തെ പ്രശ്നം. പിന്നെ ഈ കുട്ടികളൊക്കെ രാവിലെ നേരം വിളിക്കുമ്പോൾ തന്നെ ഒക്കെ പുറത്തേക്ക് ഇറങ്ങി വരിക. അപ്പൊ ഈ ചെറിയ മക്കളല്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഈ ഉന്നതിയിലുള്ള ഈ ബാത്റൂം സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മക്കൾ കംപ്ലീറ്റ് എല്ലാവരും ഇങ്ങോട്ട് പുറത്തേട്ടോ ഇറങ്ങുക. 5:30 മണി 6 മണിയാകുമ്പോ എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ കാലികളൊക്കെ പുറത്താണ് കിട്ടുന്നത്. ഞങ്ങളെ വീടിന്റെ എല്ലാം വയലിന്റെ സൈഡുകളിലൊക്കെ ആലകളൊക്കെ ഉള്ളത്. അവിടങ്ങളിലൊക്കെ രാത്രി വന്നാൽ ഞങ്ങൾ അറിയില്ലല്ലോ. അങ്ങനത്തെ പേടികളുണ്ട് നല്ലോണം. അത് തോട്ടപ്പണിക്ക് പോകുന്ന ആളുകളാണ്, തൊഴിലുറപ്പിന്റെ പണിക്കാരാണ് കൂടുതലും. ഒക്കെ പ്രായമുള്ള മനുഷ്യന്മാർ ഓടി രക്ഷപ്പെടാൻ വരാൻ പറ്റില്ല, അങ്ങനത്തെ ആളുകളാണ് ഉള്ളത്. മരവകുപ്പ് ഇപ്പൊ ഇന്നലെ രാത്രി ഡ്രോൺ പരിശോധിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അതാണ് അവർ പറയുന്നത്. ഇന്നലെ അവിടെ വൈകുന്നേരം കണ്ടു എന്ന് പറഞ്ഞ്. ഇപ്പൊ അവർ പറയുന്നത് നീരട്ടാടി ഭാഗത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നത്. എന്താ സംഭവം എന്നൊന്നും അറിയുന്നില്ലല്ലോ. ഞങ്ങൾ പിടിച്ച് വന്നേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഇന്ന് പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മദ്രസയൊക്കെ ലീവാ. ഇവിടുന്നൊക്കെ മക്കളൊക്കെ മദ്രസയിലേക്ക് നടന്നു പോകുന്ന മക്കളാ. 6 മണിയാകുമ്പോ എല്ലാവരും ഇന്ന് അവധി കൊടുത്തിരിക്കുക. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും വയനാട് നിന്ന്. ഫൈസൽ, പച്ചിലക്കാട്ടിലെ കടുവയെ കണ്ടെത്താനുള്ള ദൗത്യം തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സർവ്വ സന്നാഹങ്ങളും ഒരുക്കിയുള്ള ദൗത്യം തന്നെയാണ്. ഡ്രോൺ പരിശോധന അടക്കം നടക്കുന്നുണ്ട് സ്ഥലത്തൊപ്പം തന്നെ കുങ്കി ആനകളെ വരെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദൗത്യം, ഇന്നത്തെ ദൗത്യം പുനരാരംഭിച്ചിട്ടുണ്ടോ? എങ്ങനെ പുരോഗമിക്കുന്നു? ജിൽസി, 8 മണിയോടുകൂടി കടുവയെ കണ്ടെത്തുന്നതിനുള്ള ദൗത്യം വനം വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കുങ്കി ആനകളെ കടുവ ദൗത്യത്തിന് വേണ്ടി എത്തിക്കും എന്നുള്ളതാണ്. മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നും വിക്രം, ഭരത് എന്നീ 2 ആനകളെയായിരിക്കും പച്ചിലക്കാട് എത്തിക്കുക. 10 മണിയോടുകൂടി ഇവിടെ എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഈ ആനകളെ ഇറക്കിക്കൊണ്ട് ഉൾക്കാട്ടിലേക്കല്ല, ഈ കടുവ നിലനിൽക്കുന്ന തോട്ടത്തിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലായിരിക്കും വനംവകുപ്പ് നടത്തുക. നിലവിൽ ഡ്രോണും അതുപോലെ RRT സംഘങ്ങളുടെയും ഒരു പരിശോധനയാണ് ഈ ഒരു ഭാഗങ്ങളിൽ നടക്കുന്നത്. കടുവ ചെറിയ തോതിൽ മൂവ്മെന്റ് നടത്തുന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ഇന്നലെ പടിക്കം വയലിലെ ഈ തോട്ടത്തിലായിരുന്നു ആനയെങ്കിൽ കുറച്ചപ്പുറത്തേക്ക് മാറുന്നു എന്നുള്ള ഒരു വിവരമാണ് വനംവകുപ്പിന് ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു പരിസരം വിട്ട് പുറത്തു പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. ഈ ഒരു പരിസരത്ത് പടിക്കം വയലിൽ ഇന്നലെ സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിൽ കണ്ടെത്തിയ ഈ ഒരു ഭാഗത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം വനംവകുപ്പ് നടത്തുന്നുണ്ട്. കടുവ ഈ ഒരു പ്രദേശം വിട്ട് പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ ഒരു തെരച്ചിൽ നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്, പടിക്കം വയൽ എന്ന് പറയുന്ന ഒരു പ്രദേശം ഒരു തരത്തിലും വനത്തോട് അതിർത്തി പങ്കിടാത്ത ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കടുവ എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ഈ കടുവ മറ്റെവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അത് പൂർണ്ണമായും മറ്റൊരു ജനവാസ മേഖലയിലേക്കായിരിക്കും ഈ കടുവ പോവുക എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളിലേക്കൊന്നും കടക്കാതെ തന്നെ ഈ ഒരു മേഖലയിൽ വെച്ചുകൊണ്ട് തന്നെ കടുവയെ പിടികൂടുക എന്നുള്ളത് തന്നെയായിരിക്കും വനംവകുപ്പിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. മറ്റൊരു പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാലും ഈ പറയുന്ന ജനവാസ മേഖലയാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. അപ്പോൾ ആ മേഖലയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഭീഷണി വളരെ വലുതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ഒരു ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെയും പനമരം ഗ്രാമപഞ്ചായത്തിലെയും 10 വാർഡുകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചത്. അത് മാത്രമല്ല, ഈ മേഖലയിലുള്ള ആളുകളോട് പുറത്തിറങ്ങരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തത് ഈ ഒരു ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നേരത്തെ പ്രദേശവാസികൾ നമ്മോട് സൂചിപ്പിച്ച ഒരു കാര്യം, ഈ ഭാഗത്തുള്ളത് തോട്ടമേഖലയിലും വയലുകളിലും അതുപോലെ തന്നെ തൊഴിലുറപ്പ് ജോലികൾക്ക് ഉൾപ്പെടെ പോകുന്ന ആളുകളാണ് കൂടുതലുള്ളത്. അവർക്കൊക്കെ തന്നെ വലിയ ഭീതി പരത്തിയിട്ടുണ്ട്. അവർക്കൊന്നും ഇനി ഈ ഒരു കടുവയുടെ ഭീതി അവസാനിക്കുന്നത് വരെ തൊഴിലിന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടുക എന്നുള്ളത് തന്നെയായിരിക്കും വനംവകുപ്പിന്റെ മുമ്പിലുള്ള ഒരു ദൗത്യം. കുങ്കി ആനകളെ കൂടി ഈ പ്രദേശത്തേക്ക് എത്തിക്കുന്നത് കൂടി ദൗത്യം കൂടുതൽ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 തെർമൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. കടുവയുടെ മൂവ്മെന്റുകൾ കൃത്യമായി വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. പോലീസുണ്ട്, അതുപോലെ തന്നെ RRTയുടെ കൂടുതൽ ഫോഴ്സിനെയും ഉൾപ്പെടെ അല്പസമയത്തിനകം പച്ചിലക്കാട് എത്തിച്ചുകൊണ്ട് കൂടുതൽ സജ്ജമായിക്കൊണ്ടുള്ള ഒരു തെരച്ചിലായിരിക്കും വനംവകുപ്പ് നടത്തുക.